അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. ആമേൻ. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിരിക്കുന്ന ഒരു വേദഭാഗമാണ് ഞാൻ ഇന്നിവിടെ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് നൽകി തന്നിരിക്കുന്നത്. ആമേൻ. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും ഏറെ പരിചിതം, നമ്മൾ ഏറെ നാളുകൾ കേൾക്കുകയും അനേക ദേവദാസന്മാരിലൂടെ ദേവദാസിമാരിലൂടെ കേൾക്കുകയും ഈ ശുശ്രൂഷ ഭാഗങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി വിടുതലായി തീർന്നിട്ടുമുണ്ട്. എന്നാൽ ഇന്ന് പലകാലവും ദൈവത്തിന്റെ ആത്മാവിന് ഈ വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുവാനുണ്ട്. പ്രൈസ് ദ ലോർഡ്. ആമേൻ. ഞാൻ വായിച്ച വാക്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കാണും. ആമേൻ. നമ്മൾ വായിച്ച എന്താണ്? അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ. ആമേൻ. ഗലീലയിലെ കാനാവിൽ നമുക്ക് 2:1 മുതൽ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ആമേൻ. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. അപ്പോൾ കല്യാണം എന്ന് പറയുന്നത് എല്ലാ വീടുകൾക്കും സന്തോഷം തരുന്ന ഒന്നാണ്. വിവാഹം എന്ന് പറയുന്നത് എല്ലാ വീട്ടിലും സന്തോഷത്തിന്റെ ദിനങ്ങളാണ്. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുന്നു, ഈ സന്തോഷ ഭവനത്തിൽ, ഈ വിവാഹ വീട്ടിൽ യേശുവിന്റെ അമ്മയും അതുപോലെ തന്നെ യേശുവും യേശുവിന്റെ ശിഷ്യന്മാരും അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ ഒരു കുറവ് വരികയാണ്. എന്താണ് കുറവ്? നമുക്കറിയാവുന്നതുപോലെ അവിടെ വീഞ്ഞ് എന്ത് ചെയ്യാണ്? പോരാതെ വരികയാണ്. അപ്പോൾ യേശുവിന്റെ അമ്മ യേശുവിന്റെ അടുക്കൽ ചെന്നിട്ട് പറയുകയാണ്, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. യേശു എന്ത് പറഞ്ഞു? യേശു പറഞ്ഞത്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ മറിയ തന്റെ യേശുവിന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അത് ചെയ്യുവിൻ. ആമേൻ. അപ്പൊ മറിയയ്ക്ക് അറിയാമായിരുന്നു, ആമേൻ, ഈ വീട്ടിലെ കുറവ് തീർക്കുവാൻ ആമേൻ പുത്രനെ കഴിയും. ആമേൻ. ഹല്ലേലൂയ. എന്റെ ഉദരത്തിൽ ഉരുവായ പുത്രനെ കൊണ്ട്, ആമേൻ, വെറും ഒരു ആമേൻ മനുഷ്യന്റെ ഇഷ്ടത്താലല്ല ഈ ശിശു തന്റെ ഉദരത്തിൽ ഉരുവായത്. ആമേൻ. സാക്ഷാൽ ദൈവമായവൻ, ആമേൻ, സാക്ഷാൽ ദൈവപുത്രൻ തന്റെ ഉദരത്തിൽ ഉരുവായത് എങ്ങനെയെന്ന് മറിയയ്ക്ക് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു. പ്രൈസ് ദ ലോർഡ്. വ്യക്തമായി മറിയയ്ക്ക് തന്റെ പുത്രനെ കുറിച്ചുള്ള ബോധ്യമുണ്ടായിരുന്നു. എങ്ങനെയാണ്? ആമേൻ. സാധാരണ ലോകത്തിൽ ഒരു കുഞ്ഞ് ഉരുവാകുന്നത് അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ജനിക്കുന്നത് പുരുഷന്റെ ഇഷ്ടത്താലാണ്. എന്നാൽ ദൈവത്തിന്റെ ദൂതൻ മറിയയുടെ അടുക്കൽ വരുമ്പോൾ മറിയ പറഞ്ഞത് എന്താണ്? ഞാൻ പുരുഷനെ അറിയാകിയാൽ ഇത് എങ്ങനെ സംഭവിക്കും? ആമേൻ. എന്നാൽ ദൂതൻ അവളോട് പറഞ്ഞത് എന്താണ്? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നേരിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ആമേൻ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടും. അത്യുന്നതന്റെ ശക്തിയാലാണ്, ആമേൻ, സ്തോത്രം, ഈ ശിശു, അതായത് സാക്ഷാൽ ദൈവമായവൻ, ആമേൻ, ദൈവപുത്രൻ, ഹല്ലേലൂയ, ഈ ലോകത്തിലേക്ക് വന്നത്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. വ്യക്തമായ ബോധ്യം. അതായത് മറിയയ്ക്ക് അറിയാം തന്റെ പുത്രനെ കൊണ്ട് തന്റെ ഇപ്പോൾ ഉള്ള ഈ ഒരു പ്രശ്നത്തിൽ അല്ലെങ്കിൽ ഈ ഒരു നിരാശയിൽ അല്ലെങ്കിൽ ഇനി ഈ വീഞ്ഞ് തീർന്നു പോയാൽ അവിടെ ഇനി ആ വീട്ടുകാർക്ക് സംഭവിക്കാൻ പോകുന്നത് വലിയൊരു ലജ്ജയാണ്. എന്നാൽ ഈ ലജ്ജിക്കപ്പെടാൻ പോകുന്ന ഈ സാഹചര്യത്തിൽ പുത്രനെ കൊണ്ട് ഇതിന്റെ ഈ അവസ്ഥകൾക്ക് മാറ്റം തരുവാൻ കഴിയുമെന്ന്, ഇവിടെ ഒരു അത്ഭുതം ചെയ്യുവാൻ, ആമേൻ, ദൈവത്തിന്റെ പുത്രന് കഴിയുമെന്ന്, ആമേൻ, മറിയയ്ക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കഷ്ടതകളും രോഗങ്ങളും വരുമ്പോൾ നമ്മൾ പലപ്പോഴും തളർന്നു പോകാറുണ്ട്. ആമേൻ. നമ്മൾ പലപ്പോഴും വേദനിച്ചു പോകാറുണ്ട്, നിരാശപ്പെട്ടു പോകാറുണ്ട്. ആമേൻ. എന്റെ ജീവിതത്തിൽ ഒന്ന് മാറി ഈ കഷ്ടതകൾ എന്തുകൊണ്ട് കർത്താവേ വരുന്നു എന്ന് നമ്മൾ ദൈവത്തോട് തന്നെ പലപ്പോഴും ചോദിക്കാറുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നുണ്ട്. ആമേൻ. നമ്മുടെ ഉള്ളിൽ ഉരുവാക്കി വന്നിരിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ള സാക്ഷാൽ ദൈവമായ ദൈവപുത്രനെ കുറിച്ചുള്ള അറിവാണ്. ആമേൻ. ദൈവത്തെ കുറിച്ചുള്ള വലിയ ബോധ്യമാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വെളിപ്പെട്ട് വരേണ്ടത്. ഹല്ലേലൂയ. ആമേൻ. ദൈവപുത്രനെ കുറിച്ചുള്ള ബോധ്യവും, ആമേൻ, സാക്ഷാൽ നമ്മൾ ആരാധിക്കുന്ന ദൈവത്തെ കുറിച്ചുള്ള, ആമേൻ, അറിവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരിക്കലും നിരാശപ്പെട്ടു പോകുകയില്ല. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏത് പ്രതിസന്ധികളെ നേരിടുവാനും ഏത് പ്രശ്നങ്ങളെ നേരിടുവാനും ഏത് രോഗത്തെ നേരിടുവാനും നമുക്ക് കഴിയും. കാരണം നമ്മിൽ വ്യാപരിക്കുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ ശക്തിയുണ്ട്. ആമേൻ. നമ്മൾ വെറുതെ ദൈവം നമ്മൾ എന്ത് ചെയ്തതല്ല? തിരഞ്ഞെടുത്തതല്ല. എന്നെയും നിങ്ങളെയും ദൈവം വെറുതെ തിരഞ്ഞെടുത്തതല്ല. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മൾക്ക് യാതൊരു അർഹതയുമില്ലാത്ത സ്ഥാനത്താണ് ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുവാൻ ഇടയായത്. ഇവിടെ മറിയോട് ദൂതൻ പറയുന്നത് എന്താണ്? കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. ആമേൻ. ദൈവത്തിന്റെ കൃപയാലാണ് മറിയയ്ക്ക് ഈ ഒരു അവസരം ലഭിച്ചത്. കന്യകയായ മറിയയ്ക്ക് ഈ അവസരം
അവസരം ലഭിച്ചത് എങ്ങനെയാണ്? ദൈവത്തിന്റെ കൃപയാൽ. അതാണ് ദൂതൻ പറഞ്ഞത്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. പ്രൈസ് ദ ലോർഡ്. അപ്പൊ നമ്മളിൽ ഓരോരുത്തരും എന്താണ്? ക്രിസ്തു ഉരുവായിട്ടുണ്ട്. ആമേൻ. നമ്മള് വെറുതെ നമ്മൾ എന്തല്ല ക്രിസ്തുവിനെ വാഗൊണ്ട് ഏറ്റു പറഞ്ഞതല്ല, ഹൃദയം കൊണ്ട് നമ്മൾ വിശ്വസിച്ചതല്ല. പൗലോസ് പറയുന്നുണ്ട്, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം പ്രസവ വേദനപ്പെടുന്ന പോലെ. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ ക്രിസ്തു എന്താണ്? നമ്മളിൽ ഉരുവായിരിക്കുന്നു. ആമേൻ. നമ്മളിൽ ഉരുവായിരിക്കുന്ന ക്രിസ്തുവിന് ആമേൻ നമ്മുടെ ഈ ഏത് പ്രതിസന്ധിയിലും പ്രതികൂലങ്ങളിലും ആമേൻ ഏത് പ്രശ്നത്തിലും വിടുവിപ്പാൻ എന്റെ ദൈവത്തിന് കഴിയും. ഞാൻ വിശ്വസിക്കുന്ന എന്റെ ദൈവത്തെ കൊണ്ട് എന്റെ ജീവിതത്തിലുള്ള അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ കഴിയുമെന്നുള്ള തികഞ്ഞ ഒരു വിശ്വാസവും തികഞ്ഞ ഒരു പ്രത്യാശയുമാണ് ഈ നാളുകളിൽ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും വെളിപ്പെടേണ്ടത്. ഹല്ലേലൂയ. ഇവിടെ മറിയയ്ക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു, പുത്രനെ കൊണ്ട് ഈ സാഹചര്യത്തിൽ നിന്ന് ആമേൻ വിടുവിപ്പാൻ എന്റെ പുത്രന് സാക്ഷാൽ ദൈവമായവന് കഴിയുമെന്ന്. ആമേൻ. അതുകൊണ്ടാണ് മറിയ ഓടിച്ചെന്ന് കർത്താവിനോട് പറഞ്ഞത്, ഇവിടെ വീഞ്ഞ് പോരാ. ആമേൻ. വീഞ്ഞ് തീരാറായി. ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞത് എന്താണ്? എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. പ്രൈസ് ദ ലോർഡ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, കർത്താവേ ഹല്ലേലൂയ, എന്റെ ജീവിതത്തിൽ നാളെ എന്താകുമെന്ന് എനിക്ക് അറിയില്ല. ആമേൻ. ദൈവമേ, ഇന്ന് ഈ നിമിഷം എന്റെ ജീവിതത്തിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കണമേ എന്ന് നമ്മൾ ദൈവത്തോട് പറയുമ്പോൾ ദൈവം നമ്മളെ നോക്കി പറയുന്നത് ഇങ്ങനെയാണ്, എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. പ്രൈസ് ദ ലോർഡ്. ഇന്ന് പകൽക്കാലം ആമേൻ ഞാൻ ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന ദൈവമക്കളോട് ദൈവത്തിന്റെ ആത്മാവിന് പറയാനുള്ളത്, നിങ്ങൾ ഏതെങ്കിലും പ്രതിസന്ധികളിലോ ആമേൻ ഏതെങ്കിലും ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ മധ്യയോ ഇപ്പോൾ ഈ വിഷയത്തിൽ എനിക്ക് ഇപ്പോൾ മറുപടി വേണമെന്ന് നിങ്ങൾ ആരെങ്കിലും ഹൃദയത്തിൽ വേദനയോടുകൂടെ ഭാരത്തോടുകൂടി ആയിരിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ആമേൻ അവന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. എന്നാൽ കർത്താവിന് അറിയാം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് ദൈവം പ്രവർത്തിക്കേണ്ടത് എന്ന്. ദൈവം ഹല്ലേലൂയ മുൻകൂട്ടി നമ്മളെ കുറിച്ച് അറിഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയില്ല ഈ നിമിഷം അല്ലെങ്കിൽ അടുത്ത സമയത്ത്, അടുത്ത മിനിറ്റുകളിൽ, സെക്കൻഡുകളിൽ നമ്മളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് ആർക്കും അറിയില്ല. എന്നാൽ നമ്മളെ വിളിച്ചിരിക്കുന്ന ദൈവത്തിന് ആമേൻ നന്നായി അറിയാം നമ്മുടെ ആമേൻ ഭാവിയെ കുറിച്ചും നമുക്ക് നടക്കുവാൻ പോകുന്നതിനെ കുറിച്ചും അടുത്ത സെക്കൻഡിൽ നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമ്മുടെ ദൈവത്തിന് നന്നായി അറിയാം. നമ്മൾ ചിന്തിക്കുന്നത് പോലെയോ ആമേൻ നമ്മൾ വിചാരപ്പെടുന്നത് പോലെയോ അല്ല ദൈവം നമ്മളെ കുറിച്ച് വിചാരപ്പെടുന്നതോ. ദൈവം നമ്മളെ കുറിച്ച് വിചാരപ്പെടുന്നതോ ഉന്നതമാണ്. ആമേൻ. സ്തോത്രം. നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്, ആമേൻ ദൈവത്തിന് നിങ്ങളുടെ വിചാരങ്ങളല്ല ദൈവത്തിന്റെ വിചാരങ്ങളും, നിങ്ങളുടെ വഴികളല്ല ദൈവത്തിന്റെ വഴികളും ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ ആമേൻ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരെ കുറിച്ചുള്ള വിചാരങ്ങളും യഹോവയുടെ വഴികളും ഉന്നതമാകുന്നു. പ്രൈസ് ദ ലോർഡ്. ഇന്ന് പലകാലം ഭാരത്തോടെ ആയിരിക്കുന്നവരെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ആമേൻ നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ വിചാരങ്ങളും ദൈവത്തിന്റെ വഴികളും ഉന്നതമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളും ദൈവത്തിന് വിട്ടുകൊടുക്കുക. ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി നമ്മളെ തന്നെ വിട്ടുകൊടുക്കുക. ആമേൻ. നമ്മൾ ഭാരപ്പെട്ട് ദുഃഖിച്ചിരുന്നിട്ട് നിരാശപ്പെട്ടു പോകാതെ ആമേൻ നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളും ആമേൻ നമ്മൾ ദൈവത്തിന് വിട്ടുകൊടുക്കുന്നുവെങ്കിൽ, ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി നമ്മൾ വിട്ടുകൊടുക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും തക്ക സമയത്ത് തന്നെ ആമേൻ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹല്ലേലൂയ. അവിടെ യേശുവിന്റെ അമ്മ യേശുവിനോട് വന്ന് പറഞ്ഞത് ശരിയാണ്. ആമേൻ എന്താണ് വീഞ്ഞു തീരും പോകാറായി എന്ന് പറഞ്ഞപ്പോൾ ആമേൻ കർത്താവ് പറഞ്ഞത് ശരിയാണ്, എന്റെ നാഴിക എന്ത് ചെയ്തിട്ടില്ല, ഇതുവരെ വന്നിട്ടില്ല. എന്നാൽ കർത്താവിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. ആമേൻ അന്ന് അവിടെ അത് പ്രവർത്തിച്ചില്ല എങ്കിൽ ആ ഭവനം എന്ത് ചെയ്യുമായിരുന്നു? ലജ്ജിച്ചു പോകുമായിരുന്നു. വിരുന്നുവാഴികളുടെ മുമ്പാകെ അവർ നിന്ദിക്കപ്പെട്ടു പോകുമായിരുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മളെ വിളിച്ചിരിക്കുന്ന ദൈവം ഒരിക്കലും മറ്റുള്ളവരുടെ മുമ്പാകെ നമ്മളെ നിന്ദിച്ച് ആമേൻ നമ്മളെ തള്ളിക്കളയുന്ന ദൈവം അല്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആ നിന്ന അവിടെ വെളിപ്പെടുന്നതിന് മുമ്പേ ദൈവം അവിടെ പ്രവർത്തിപ്പാനിടയായി. വിരുന്നുവാഴി ആ വീഞ്ഞ് എവിടെ നിന്ന് വന്നു എന്ന് പോലും അറിഞ്ഞില്ല. ആമേൻ. അങ്ങനെയാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. ആ വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, വിരുന്നുവാഴി എന്ത് ചെയ്തില്ല, ഈ വീഞ്ഞ് എവിടെ നിന്ന് വന്നു എന്ന് വിരുന്നുവാഴി അറിഞ്ഞില്ല. അപ്പൊ അവരാരും, ആ വീട്ടിലുണ്ടായിരുന്ന മറ്റാരും അറിഞ്ഞില്ല ആ വീട്ടിലെ ആമേൻ പ്രതിസന്ധി എന്തെന്നോ, ആമേൻ ആ വീട്ടിലെ വരാൻ പോകുന്ന ലജ്ജ എന്തെന്നോ അവരാരും അറിയാതെ വണ്ണം ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിഞ്ഞു. പ്രിയ ദൈവമക്കളെ, നമ്മൾ തീർച്ചയായിട്ടും ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ആമേൻ നമ്മൾ നമ്മുടെ വിഷയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുന്നു എങ്കിൽ നമ്മൾ ഒരിക്കലും ലജ്ജിച്ചു പോകുവാൻ ദൈവം അനുവദിക്കുകയില്ല. ഇന്ന് പകൽക്കാലം കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ തന്നെ ആമേൻ തന്നിൽ ആശ്രയിക്കുന്ന കഷ്ടത്തിൽ ദൈവം എന്താണ്? നമുക്ക് ശരണമാണ്. ഹല്ലേലൂയ. തന്നിൽ ആശ്രയിക്കുന്ന തന്റെ ഭക്തന്മാരെ ദൈവം ഒരു നാളും കൈവിടുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ച് ആമേൻ വചനം പറയുന്നത് എന്താണ്? അവൻ
എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അത് ചെയ്യുവിൻ. ആരോടാണ് പറഞ്ഞത്? ശിഷ്യന്മാരോടാണ് ആമേൻ മറിയ ചെന്ന് പറഞ്ഞത്. ആമേൻ. ശിഷ്യന്മാർ ആരാണ്? കർത്താവ് തിരഞ്ഞെടുത്ത് വേർതിരിച്ചവരാണ് കർത്താവിന്റെ കൂടെ നടക്കുന്ന ശിഷ്യന്മാർ. പ്രൈസ് ദി ലോർഡ്. അവരെ നോക്കിയാണ് മറിയ പറഞ്ഞത്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അത് ചെയ്യുവിൻ. അപ്പോ ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും ഇവിടെ ചെയ്യുവാൻ. യേശുവിന് ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ കഴിയും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? അവൻ കൽപ്പിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം? അനുസരിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അത് ചെയ്യുവിൻ. നമ്മളോടും ദൈവം പറയുന്നത് എന്താണ്? ഇത് തന്നെയാണ് പുതിയ നിയമ വിശ്വാസികളോടായ നമ്മളോടും ദൈവം പറയുന്നത്. ആമേൻ. നിങ്ങൾ അവനെ സ്നേഹിക്കുന്നു എങ്കിൽ അവന്റെ കൽപ്പനകളെ പ്രമാണിക്കും. പ്രൈസ് ദി ലോർഡ്. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവരാണ് ദൈവത്തിന്റെ സ്നേഹിതന്മാർ. പ്രൈസ് ദി ലോർഡ്. പുതിയ നിയമ വിശ്വാസികളെ നോക്കിയിട്ട് വചനം പറയുന്നത് അതാണ്. ആമേൻ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എന്റെ കൽപ്പനകളെ അനുസരിക്കും, എന്റെ കൽപ്പനകളെ പ്രമാണിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ദൈവവചനം തന്നെ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കൽപ്പനകൾ അനേകം. ആമേൻ. ദൈവവചനത്തിൽ അനേക കൽപ്പനകൾ ഒരു വിശ്വാസി, ഒരു ദൈവമകൾ, ദൈവത്തിന്റെ മകൾ, ആമേൻ, ദൈവത്തിന്റെ മക്കൾ അനുസരിച്ചു വരേണ്ട അനേകം കൽപ്പനകൾ പുതിയ നിയമത്തിൽ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ പ്രൈസ് ദി ലോർഡ് ദൈവത്തിന്റെ കൽപ്പനകളെ നമ്മൾ അനുസരിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. അവിടെ മൺപാത്രങ്ങളെ കുറിച്ച്, കൽപാത്രങ്ങളെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. പുറത്ത് ആമേൻ തള്ളിക്കളഞ്ഞതായിരിക്കുന്ന കൽപാത്രങ്ങളെ എടുത്തുകൊണ്ട് വരുവാൻ കർത്താവ് ആരോടാണ് പറഞ്ഞത്? ശിഷ്യന്മാരോട് പറയുകയും അതിൽ വെള്ളം നിറപ്പിനെന്ന് പറയുകയും അവൻ കൽപ്പിച്ചതുപോലെ ചെയ്തപ്പോൾ ആമേൻ ആ വെള്ളത്തെ ദൈവം അവിടെ വീഞ്ഞാക്കി. ആമേൻ. അതിനെ ദൈവം മധുരമാക്കി തീർത്തതുപോലെ മുമ്പേ ഉണ്ടായിരുന്നതിനേക്കാളും അധികം ഹല്ലേലൂയ നല്ല ഒന്നിനെ കർത്താവ് അവിടെ കരുതിയെങ്കിൽ പ്രിയ ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം ആമേൻ നമ്മുടെ ജീവിതത്തിലും ദൈവം അത്ഭുതം ചെയ്യുവാൻ മതിയായ ദൈവമാണ്. ദൈവം നമ്മളോട് കൽപ്പിച്ചതിനെ നമ്മൾ അനുസരിക്കുന്നു എങ്കിൽ, ദൈവം നമ്മളോട് പറഞ്ഞതിനെ നാം ചെയ്യുവാൻ തയ്യാറാകുന്നു എങ്കിൽ ആമേൻ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലെ കൈപ്പുള്ള അനുഭവങ്ങളെ മാറ്റി ആമേൻ മധുരമായ അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുവാൻ ദൈവം മതിയായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ വചനത്തിൽ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ച് അനേക ഭക്തന്മാരെ നമുക്ക് കാണുവാൻ കഴിയും. പുതിയ നിയമത്തിലെ 2 ഭക്തന്മാരെ കുറിച്ച് പറഞ്ഞ് ആമേൻ സ്തോത്രം ചില വാക്യങ്ങൾ പറഞ്ഞ് ഞാൻ ദൈവനാമത്തിൽ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. പുതിയ നിയമത്തില് ആമേൻ നമുക്കറിയാം നോഹ. ആമേൻ സ്തോത്രം. നോഹയെ കുറിച്ച് വായിക്കുന്നുണ്ട്. ആമേൻ. നോഹ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു, അങ്ങനെ തന്നെ അവൻ ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നോഹ തന്നോട് കൽപ്പിച്ചതുപോലെ എന്ത് ചെയ്തു? അവൻ ചെയ്തു. അത് മാത്രമല്ല, അങ്ങനെ തന്നെ എന്ത് ചെയ്തു? ഒന്നുകൂടെ അവിടെ ആ വാക്യം ഉറപ്പിക്കുകയാണ്. ദൈവം കൽപ്പിച്ചത് അങ്ങനെ തന്നെ. അതായത് ആമേൻ തന്റെ ഇഷ്ടത്തിൽ അവിടെ ഒന്നും എന്ത് ചെയ്തില്ല? നോഹ ചെയ്തില്ല. ദൈവം കൊടുത്ത കൽപ്പന പ്രകാരം, ദൈവം കൊടുത്ത അളവിനൊത്തവണ്ണം, ദൈവം കൊടുത്ത നീളം, വീതി, ഉയരം എല്ലാം ദൈവം എല്ലാം അളവുകൾ കൊടുത്തു. ആ അളവിനനുസരിച്ച് അങ്ങനെ തന്നെ ആമേൻ നോഹ അവിടെ ആ പെട്ടകം പണിയുവാനിടയായി. നോഹ ജീവിച്ച കാലഘട്ടം എങ്ങനെയായിരുന്നു? തിരുവചനം പറയുന്നുണ്ട്, ഭൂമി വഷളത്വം കൊണ്ട് നിറഞ്ഞ ഒരു കാലഘട്ടം, അതിക്രമം കൊണ്ട് നിറഞ്ഞതായിരുന്ന ഒരു തലമുറയിലാണ് നോഹ ജീവിച്ചത്. ആമേൻ. എന്നാൽ നോഹയെ കുറിച്ച് വചനം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? നോഹ വിശ്വസ്തനും നീതിമാനും ആയിരുന്നു. അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോട് കൂടെ നടന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പം അതിക്രമങ്ങൾ കൊണ്ടും അവൻ നിറഞ്ഞ തലമുറയിൽ, വഷളത്വം കൊണ്ട് നിറഞ്ഞ തലമുറയിൽ നോഹ നീതിമാനായി ജീവിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോട് കൂടെ നടന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മളായിരിക്കുന്ന കാലഘട്ടം ഏതാണ്? ഇന്ന് നമ്മളായിരിക്കുന്ന തലമുറ ഏതാണ്? അത് നമ്മൾ ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കണം. ആമേൻ. ദൈവമക്കളായിരിക്കുന്ന നമ്മൾ അത് തിരിച്ചറിയണം. ആമേൻ. നമ്മുടെ സഭകൾ അത് തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ആമേൻ ലോകം വഷളത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും നമ്മുടെ തലമുറകളും ആയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നാം വഷളത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ആയിരിക്കുന്നത്. ആമേൻ. ആർക്കും ആരെയും എന്ത് ചെയ്യാൻ കഴിയുന്നില്ല? നിയന്ത്രിക്കുവാൻ പോലും കഴിയാത്ത ഒരു കാലഘട്ടം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ തലമുറകളെ പോലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല? നിയന്ത്രിക്കുവാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ വന്നു നിൽക്കുന്നത്. എന്നാൽ ദൈവം ആ കാലഘട്ടത്തിലും, വഷളത്വം കൊണ്ട് നിറഞ്ഞ കാലഘട്ടത്തിൽ ദൈവം അന്വേഷിച്ചത് ആരെയാണ്? ഇതിന്റെ ഇടയിലും ഒരു നീതിമാനുണ്ടോ? ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒരു വിശ്വസ്തനുണ്ടോ? ദൈവത്തോട് കൂടെ നടക്കുന്ന ഒരു ഭക്തൻ ഉണ്ടോ എന്ന് ദൈവം അന്വേഷിച്ചതുപോലെ ഈ കാലഘട്ടത്തിൽ പ്രിയ ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുകയാണ്, ഈ കാലഘട്ടത്തിൽ
കാലഘട്ടത്തിലും ദൈവം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തോട് കൂടെ നടക്കുന്നവരുണ്ടോ? ആമേൻ. ദൈവത്തിന്റെ സന്നിധിയിൽ നീതിയോടെ ജീവിക്കുന്ന നീതിമാന്മാരുണ്ടോ? ആമേൻ. ദൈവത്തോട് കൂടെ നടക്കുന്ന വിശ്വസ്തന്മാരുണ്ടോ എന്ന് ദൈവം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. വചനം പറയുന്നത് ഇങ്ങനെയാണ്: ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും കൊള്ളരുതാത്തവരായി തീർന്നു. എല്ലാവരും ദൈവത്തിന്റെ വഴി വിട്ട് നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ ലോകത്തിലുള്ള ജാതികളെ അല്ല നമ്മൾ ആമേൻ നോക്കേണ്ടത്, നമ്മുടെ സഭയെയാണ് നമ്മൾ നോക്കേണ്ടത് ഈ നാളുകളിൽ. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസ സമൂഹത്തെയാണ് നമ്മൾ നോക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. പേര് കൊണ്ട് മാത്രമല്ല ദൈവമക്കളെ നമ്മൾ വിശ്വാസികളും ദൈവമക്കളും. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ പേര് കൊണ്ടല്ല നമ്മൾ അത് വെളിപ്പെടുത്തേണ്ടത്, നമ്മുടെ ജീവിതം കൊണ്ടാണ് നമ്മൾ അത് വെളിപ്പെടുത്തേണ്ടത്. ഈ കാലഘട്ടം അങ്ങനെ ഒരു കാലഘട്ടമാണ്. ദൈവം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് നീതിമാന്മാരുണ്ടോ എന്ന്. ആമേൻ. ഇന്ന് പകൽക്കാലം ആമേൻ നമ്മൾ ഈ ദിവസങ്ങളിൽ ആമേൻ ദൈവത്തിന്റെ സന്നിധിയിൽ നേരോടെ നടക്കുന്നുവെങ്കിൽ, നീതിയോടെ ജീവിക്കുന്നുവെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇവിടെ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് നോഹ എന്ത് ചെയ്യാണ്? പെട്ടകം തയ്യാറാക്കി. പെട്ടകം തയ്യാറാക്കിയപ്പോൾ നോഹയോടാണ് എന്ത് ചെയ്തത്? ദൈവം കൽപ്പിച്ചത് പെട്ടകം ഉണ്ടാക്കണമെന്ന്. എന്നാൽ ആ പെട്ടകത്തിൽ ആരെല്ലാം ഉണ്ടായിരുന്നു? നോഹയുടെ കുടുംബം ഉണ്ടായിരുന്നു. നോഹയുടെ ഭാര്യ, നോഹയുടെ മക്കൾക്ക് വേണ്ടി നിശ്ചയം കഴിച്ച മരുമക്കളും എവിടെ ഉണ്ടായിരുന്നു? ഈ പെട്ടകത്തിനകത്ത് കയറുവാനിടയായി. ആ കാലഘട്ടത്തിൽ നോക്കണേ, ആ കാലഘട്ടത്തില് നീതിമാന്മാർ എന്തില്ലായിരുന്നു? ഇല്ലായിരുന്നു. എന്നാൽ നോഹ എന്തായിരുന്നു? നീതിമാനായിരുന്നു. ദൈവത്തിന്റെ വാക്ക് എന്ത് ചെയ്തു? അതുപോലെ അനുസരിച്ചു. എബ്രായ ലേഖനത്തിന് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ആമേൻ. അതുവരെ ആമേൻ നടക്കാത്തതിനെ കുറിച്ചുള്ള എന്താണ് അരുളപ്പാട് ദൈവത്തിൽ നിന്ന് ലഭിച്ചപ്പോൾ നോഹ എന്ത് ചെയ്യണം? അത് അതുപോലെ അനുസരിക്കുകയാണ്. ആമേൻ. അതുവരെ നടക്കാത്തതിനെ കുറിച്ചുള്ള അരുളപ്പാട് ആമേൻ നോഹയ്ക്ക് ദൈവം കൊടുക്കുമ്പോൾ നോഹ ദൈവത്തെ അവിടെ അവിശ്വസിക്കുകയില്ല. കാരണം എന്താണ്? അതുവരെ മഴ എന്ത് ചെയ്തിരുന്നില്ല? പെയ്തിരുന്നില്ല. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അതുവരെ ഉണ്ടാവാത്തതിനെ കുറിച്ചുള്ള അരുളപ്പാട് നോഹയ്ക്ക് കിട്ടിയപ്പോൾ നോഹ അവിടെ ദൈവത്തെ സംശയിക്കാതെ, ആമേൻ, ദൈവത്തോട് മറുത്തൊന്നും ചോദിക്കാതെ അങ്ങനെ തന്നെ ദൈവം കൽപ്പിച്ചതുപോലെ തന്നെ നോഹ ചെയ്തത് കൊണ്ട് ആമേൻ തന്റെ കുടുംബത്തെയും കൂടെ തന്റെ തലമുറകളെയും കൂടെ ആമേൻ സ്തോത്രം ലോകത്തോടു കൂടെ നശിപ്പിക്കാൻ ദൈവം അനുവദിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം അനേക മാതാക്കന്മാർ, പിതാക്കന്മാർ ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്നുണ്ട്. അവരോട് ദൈവത്തിന്റെ ആത്മാവിന് പറയുവാനുള്ളത്, നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ ദൈവത്തോട് കൂടെ നടക്കുന്നവരെങ്കിൽ, ദൈവത്തിന്റെ സന്നിധിയിൽ നീതിയോടുകൂടെ വിശ്വസ്തയോടെ നിൽക്കുന്നവരെങ്കിൽ, ആമേൻ, ഇവിടെ നോഹയെയും കുടുംബത്തെയും ലോകത്തോടുകൂടെ നശിപ്പിച്ച് കളയാതെ നോഹ നീതിമാനായിരുന്ന ദൈവത്തിന്റെ വിടുതൽ, ആമേൻ, ദൈവത്തിന്റെ രക്ഷ താൻ കുടുംബവും അനുഭവിച്ചതുപോലെ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വാക്ക് കേട്ട് നമ്മൾ അനുസരിക്കുന്നുവെങ്കിൽ നമ്മെയും നമ്മുടെ കുടുംബത്തെയും ലോകത്തോടുകൂടെ ദൈവം നശിപ്പിച്ച് കളയുന്ന ദൈവമല്ല. ആമേൻ. ദൈവം നമ്മളെ ഹല്ലേലൂയ അതിൽ നിന്നെല്ലാം വിടുവിക്കുന്ന ദൈവമാണ്. ആമേൻ. എന്നെയും നിങ്ങളെയും മാത്രമല്ല, നമ്മുടെ തലമുറകളെ, കരയുന്ന മാതാക്കന്മാരെ, കരയുന്ന പിതാക്കന്മാരെ, ആമേൻ, നമ്മുടെ ഈ ദൈവത്തെ സകലവും വിട്ട് ഇറങ്ങിയെങ്കിൽ, ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ച് ആമേൻ സകലതും നമ്മളെ ചവറന്ന് എണ്ണിയെങ്കിൽ നമ്മളെ കൊണ്ട് തീരുന്നതല്ല. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളും ദൈവത്തിന്റെ പ്രവൃത്തികളും നമ്മളിൽ അവസാനിക്കുന്നതല്ല. നമ്മുടെ തലമുറകളോട് കൂടി ഇരുന്ന് നമ്മെയും നമ്മുടെ തലമുറകളെയും നമ്മുടെ കുടുംബത്തെ മുഴുവനായി വിടുവിപ്പാൻ കർത്താവ് മതിയായ ദൈവമാണ്. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആമേൻ, നീതിയോടെ ജീവിക്കുക, ദൈവത്തോട് കൂടെ നടക്കുക, ദൈവത്തിൽ വിശ്വാസം വെച്ച് പ്രത്യാശയുള്ളവരായി തീരുക. തീർച്ചയായിട്ടും ദൈവം നമ്മളെ ലോകത്തോടുകൂടെ നശിപ്പിക്കുകയില്ല. പ്രൈസ് ദ ലോർഡ്. നോഹ നീതിമാനായിരുന്നത് കൊണ്ട് ലോകത്തോടുകൂടെ അവൻ നശിച്ചു പോകില്ല, തന്റെ കുടുംബം നശിച്ചു പോകില്ല. ഇതുപോലെ ഒരു ഭവനത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു മാതാവ് ഉണ്ടെങ്കിൽ, കണ്ണുനീരൊഴുക്കുവാൻ അല്ലെങ്കിൽ ഒരു പിതാവ് ഉണ്ടെങ്കിൽ, ഒരു സഹോദരി ഉണ്ടെങ്കിൽ, ആമേൻ, ഇടിവിൽ നിൽക്കുവാനും കരയുവാനും കുടുംബത്തിൽ ആമേൻ ഒരു വ്യക്തിയെങ്കിലും ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ കുടുംബത്തെ ദൈവം മറന്നു കളയുകയില്ല. പിന്നത്തേതിൽ നോഹയെയും പെട്ടകത്തിനകത്തുണ്ടായിരുന്നവരെയും ദൈവം ഓർത്തതുപോലെ നമ്മെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് നിങ്ങൾ ആരും മറന്നു പോവരുത്. ഒരുപക്ഷെ ചിലതൊക്കെ നമുക്ക് പ്രയാസമായിരിക്കാം. ചില ദിവസങ്ങൾ ആമേൻ നാം പെട്ടകത്തിനകത്ത് ഇടുങ്ങിയിരിക്കേണ്ടി വന്നിരിക്കാം. പുറത്ത് നമുക്ക് പുറം ലോകം പോലും കാണുവാൻ കഴിയാതെ വേണ്ട ചില സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇടുങ്ങിയ അവസ്ഥ കടന്നു വരാം.
എന്നാൽ നമ്മെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. ഒരു നാൾ നമ്മളെ പാറമേൽ ഉറപ്പിക്കുന്ന, ആമേൻ ഹല്ലേലൂയ, പെട്ടകം പർവ്വതത്തിൽ ഉറച്ചതുപോലെ ആമേൻ നമ്മളെ ഉറപ്പിക്കുന്ന, വീഴാതെ വണ്ണം നമ്മളെ നിർത്തുന്ന ഒരു ദൈവമുണ്ട്. തീർച്ചയായിട്ടും ഇന്ന് പലകാലം ഈ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഭവനത്തിലും നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ തലമുറകളുടെ ജീവിതത്തിലും ദൈവം ഒരു അത്ഭുതം ചെയ്യുവാൻ മതിയായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. രണ്ടാമത് നമ്മൾ പഴയ നിയമത്തിൽ ഒരു വ്യക്തിയെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. അതാണ് മോശ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ലോകത്തോട് നീതിമാൻ ആയിരുന്ന മോശയെ ദൈവം എന്ത് ചെയ്തു? ലോകത്തോടുകൂടെ നശിപ്പിച്ചു കളഞ്ഞില്ല. എന്തുകൊണ്ട്? ദൈവത്തിന്റെ കൽപ്പനകളെ അതുപോലെ അനുസരിച്ച് അതുപോലെ ചെയ്തതുകൊണ്ട് മോശയെയും കുടുംബത്തെയും ദൈവം നശിപ്പിച്ചു കളഞ്ഞില്ല. എന്നാൽ അടുത്തൊരു വ്യക്തിയെ നമുക്ക് കാണുവാൻ കഴിയും. അതാണ് മോശ. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവരേണ്ടതിന് ദൈവം മോശയെ തിരഞ്ഞെടുക്കുവാൻ ഇടയായി. പ്രൈസ് ദി ലോർഡ്. ദൈവം എന്ത് ചെയ്തു? ആമേൻ. മോശയെ തിരഞ്ഞെടുത്തപ്പോൾ മോശ പറഞ്ഞത് എന്താണ്? ഞാൻ വിക്കനാണ്, എന്നെ കൊണ്ട് എന്തില്ല ദൈവമേ, എനിക്ക് അതിന് കഴിവില്ല എന്ന് പറഞ്ഞപ്പോൾ ആമേൻ, അവരെന്നോട് നിന്നെ ആരയച്ചു എന്ന് ചോദിച്ചാൽ ഞാൻ എന്താണ് പറയേണ്ടത് എന്ന് മോശ ദൈവത്തോട് ചോദിച്ചപ്പോൾ മോശ പറഞ്ഞത്, ദൈവം പറഞ്ഞത് എന്താണ്? ആമേൻ. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രായേൽ മക്കളോട് പറയണം. അപ്പൊ ഞാനാകുന്നു, സാക്ഷാൽ ദൈവമായവൻ. ആമേൻ. സ്തോത്രം, ഹല്ലേലൂയ. മിസ്രൈമിലേക്ക് മോശയെ അയക്കുവാനിടയായി. മോശ വിക്കനായിരുന്നു, തന്റെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടായിരുന്നു. ആമേൻ. എന്നാൽ ഇസ്രായേൽ ജനത്തെ വിടുവിക്കേണ്ടതിന് ദൈവം മോശയെ തിരഞ്ഞെടുക്കുവാൻ ഇടയായി. ഒരുപക്ഷെ നമ്മൾ പല കുറവുകളുള്ളവരായിരിക്കാം, നമ്മൾ ഒരുപക്ഷെ ബലഹീനരായിരിക്കാം, നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ലായിരിക്കാം. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആമേൻ ഏറ്റവും വലുതെന്ന് പറയുന്നത് കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൽ ഒരുപക്ഷെ നമുക്കൊന്നും നേടിയിട്ടില്ലായിരിക്കാം, നമുക്കൊന്നും ഹല്ലേലൂയ ലഭിച്ചിട്ടില്ലായിരിക്കും. ഇപ്പോഴും നമ്മൾ പലവിധമായ കഷ്ടത്തിലും വേദനയിലും പ്രയാസത്തിലും ആയിരിക്കാം. എന്നാൽ പ്രിയ ദൈവമക്കളെ, ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. ഈ കർത്താവിനെ അറിയാൻ കഴിഞ്ഞതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഞാൻ എൻ്റെ സ്വന്തം ദേശം പാലക്കാടാണ്. പാലക്കാട് ഒരു ഹൈന്ദവ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചതും വളർത്തപ്പെട്ടതും എല്ലാം. എൻ്റെ 20 വയസ്സ് വരെയും ഞാൻ പാലക്കാടായിരുന്നു, അവിടെ ജനിച്ചു വളർത്തപ്പെട്ടു. വിവാഹത്തോടു കൂടെയാണ് ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ കടന്നു വരുവാനിടയായത്. എന്നാൽ ആമേൻ, ഞങ്ങളുടെ കുടുംബത്തിലും കർത്താവ് ഞങ്ങളെ തേടി വരുവാനിടയായി. അന്യാരാധന ശക്തികളെ അന്യാരാധന വിഗ്രഹാരാധികളായിരുന്ന ഞങ്ങളെ കർത്താവ് അതിൽ നിന്ന് വിടുവിച്ച് ആമേൻ സ്നേഹസ്വരൂപന്റെ മഹാസ്നേഹ നിമിത്തം ആമേൻ കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന്റെ കൃപയാൽ ദൈവത്തെ അറിയുവാൻ ഞങ്ങളുടെ കുടുംബത്തിനും ദൈവം ഭാഗ്യം നൽകുവാനിടയായി. അതുവരെ ഞങ്ങളുടെ ജീവിതത്തിൽ കഷ്ടതകളും വേദനകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ദുഃഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സമാധാനമില്ലാത്ത അവസ്ഥ, ഒരു ദിവസം പോലും സമാധാനത്തോടുകൂടെ ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥകളിലൂടെ ഞങ്ങൾ കടന്നുപോയി. എന്നാൽ അവിടെ ദൈവത്തിന്റെ സ്നേഹം ഞങ്ങളെ തേടി വരുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സ്നേഹം ആമേൻ, ദൈവത്തിന്റെ കൃപയാൽ ഹല്ലേലൂയ ദൈവം ഞങ്ങളെ കുടുംബത്തെയും തിരഞ്ഞെടുക്കുവാനിടയായി. ഇന്ന് പകൽക്കാലം നിങ്ങളോടുകൂടി ആയിരിക്കുമ്പോൾ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ആമേൻ, ഈ ദൈവത്തെ അറിയാതിരുന്നുവെങ്കിൽ എന്നേ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകാമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്നേ നമ്മളെല്ലാം ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോകാമായിരുന്നു. എന്നാൽ ഇന്ന് പകൽക്കാലം നാം ആയിരിക്കുന്നത് തന്നെ ദൈവത്തിന്റെ കൃപയാണ്. ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത് കൊണ്ട് വെറുതെ അല്ല ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്. ആമേ, തന്റെ പുത്രന്റെ രക്തം, അവസാന തുള്ളി രക്തം വരെയും ആമേ നമുക്ക് വേണ്ടി ഊറ്റി തന്ന കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തത് വെറുതെ അല്ല. ആമേൻ. സ്തോത്രം, ഹല്ലേലൂയ. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് വെറുതെയല്ല. തക്ക സമയത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, തക്ക സമയത്ത് നമ്മുടെ ഭാരങ്ങളിൽ, നമ്മുടെ കഷ്ടങ്ങളിൽ, നമ്മുടെ രോഗങ്ങളിൽ ഇറങ്ങി വരുവാൻ സർവശക്തനായിരിക്കുന്ന ദൈവം മതിയായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ മോശ ജനവുമായി മുമ്പോട്ട് കടന്നു പോകുമ്പോൾ അനേക പ്രതിസന്ധികൾ കടന്നു വന്നു. എന്നാൽ ദൈവം ഒരു വ്യക്തിയോട് മാത്രമാണ് ജനമെല്ലാം മോശയോട് നിലവിളിച്ചു. ആമേൻ. മോശയ്ക്ക് നേരെ പിറുപിറുത്തു. എന്നാൽ മോശ ആമേൻ ഒന്നും ചെയ്തില്ല. തന്നെ വിളിച്ച ദൈവത്തോട് തന്റെ കാര്യങ്ങൾ എന്ത് ചെയ്യാണ്? പറയുകയാണ് ചെയ്തത്. ദൈവത്തെ നോക്കി ആമേൻ മോശ യാത്ര ചെയ്തു. പ്രൈസ് എല്ലാവരും മോശയ്ക്ക് എതിരായി നിന്നു. മുമ്പിൽ എന്താണ്? ചെങ്കടലാണ്. ആമേൻ. മിസ്രൈമിൽ എന്താണ്? പുറകിൽ ആമേൻ ഓടിച്ചു കൊണ്ടിരിക്കുന്നു. മുമ്പിൽ ഇനി എന്തില്ല? ഒരു വഴിയുമില്ല. ആമേൻ. ഒന്നില്ലേ കടലിന്റെ നടുക്കല്ല എങ്കിൽ മിസ്രൈമിന്റെ കയ്യാൽ ആമേൻ തകർന്നു പോകുമെന്ന് ആമേൻ ചിന്തിച്ച ഇടത്ത് പ്രൈസ് ദി ലോർഡ് ദൈവം ആമേൻ ഹല്ലേലൂയ ചെങ്കടലിനെ പിളർന്ന് ആമേൻ ഹല്ലേലൂയ ദൈവം വഴി ഒരുക്കിയതുപോലെ ആമേൻ
സ്തോത്രം. മോശ ദൈവം കൽപ്പിച്ചതുപോലെ ചെയ്തപ്പോൾ ദൈവം ആ പ്രതിസന്ധികളെ നീക്കി ആമേൻ വിശാലമായ വഴി ദൈവം തുറന്നതുപോലെ പ്രൈസ് ദി ലോർഡ് ദിവസങ്ങളിൽ തീർച്ചയായും ആമേൻ ഹല്ലേലൂയ ദൈവം തിരഞ്ഞെടുത്താക്കിയിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ കൽപ്പന പ്രകാരം അനുസരിച്ച് പുറപ്പെട്ടവരാണ് എങ്കിൽ തീർച്ചയായിട്ടും പാതി വഴിയിൽ നമ്മൾ വീണു പോകുകയില്ല. ആമേൻ നമ്മളെ പിന്തുടരുന്ന ശത്രുവിന്റെ കരങ്ങളിൽ ദൈവം നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. ആമേൻ മുമ്പിൽ ഇനി ഒരിക്കലും ആമേൻ മുമ്പോട്ട് പോകുവാൻ എനിക്കിനി വഴിയില്ല, മുമ്പിൽ പ്രതിസന്ധിയാണ്, ഇനി ആര് എന്നെ ഇതിൽ നിന്ന് വിടുവിക്കുമെന്ന് ആമേൻ ചിന്തിച്ച് നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് ദൈവം നമ്മളെ ഹല്ലേലൂയ പുതുവഴി തുറന്ന് ആമേൻ ചെങ്കടലിന്റെ മധ്യേ പാത ഒരുക്കി തന്റെ ജനത്തെ ദൈവം നടത്തിയതുപോലെ തന്നെ വിശ്വസിച്ച് ഇറങ്ങിയ തന്റെ മക്കളെ ദൈവവചനം പറയുന്നു, ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഞാൻ നിങ്ങളെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വാഗ്ദത്തമാണ് അത്. പ്രൈസ് ദി ലോർഡ്. ഇന്നുപോലെ കാലം കർത്താവിന്റെ ദാസൻ പറഞ്ഞു, അനേക വാഗ്ദത്തങ്ങൾ നമ്മൾ കേട്ടവരാണ്, അനേക വാഗ്ദത്തങ്ങൾ നമ്മൾ പ്രാപിച്ചവരാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വാഗ്ദത്തമാണ്, ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യത്തിൽ നമ്മളെ സഹായിപ്പാൻ ആരുമില്ലായിരിക്കാം, ആമേ നമ്മളെ വിടുവിപ്പാൻ ആരുമില്ലായിരിക്കാം. ആമേ നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രം, നമ്മളെ വിളിച്ചെങ്കിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തുക. പ്രൈസ് ദി ലോർഡ്. വചനം പറയുന്നത് എന്താണ്? ഞാൻ എൻ്റെ കണ്ണുകളെ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായമോ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. മറ്റാർക്കും പ്രീതിയും നമ്മുടെ ഒരു വിഷയത്തിന് മറ്റാർക്കും പരിഹാരം തരുവാൻ കഴിയുകയില്ല. മനുഷ്യർക്കോ ആമേൻ ഹല്ലേലൂയ മറ്റീ ലോകത്തിലെ യാതൊന്നിനും നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരം തരുവാൻ കഴിയുകയില്ല. നമ്മളെ വിളിച്ച ദൈവത്തിന് മാത്രമേ നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരം തരുവാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ജനം അത്രയും പിറുപിറുത്തപ്പോഴും ആമേൻ മോശ ഒന്ന് മാത്രമേ ചെയ്തുള്ളൂ, തന്നെ വിളിച്ചവെങ്കിലേക്ക് കണ്ണുകളെ ഉയർത്തി തന്റെ ദൈവത്തോട് നിലവിളിച്ചതുപോലെ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി നിലവിളിക്കുന്ന ദൈവ മക്കളെ നോക്കി ദൈവത്തിന് പറയുവാനുള്ളത്, ആമേൻ വഴിയിൽ വെച്ച് ഞാൻ നിന്നെ വിടുകയില്ല, വഴിയിൽ വെച്ച് ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല, ഞാൻ നിന്നെ തള്ളിക്കളകില്ല, എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. ലോകത്തിന്റെ എല്ലാ അവസാനത്തോളം നമ്മളോട് കൂടെ ഇരിക്കുന്നവനാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. അടുത്തതായിട്ട് പുതിയ നിയമത്തിൽ ഒരു വ്യക്തിയെ കാണാൻ കഴിയും. ആമേൻ ജന്മനാൽ കുരുടനായി പിറന്നൊരുവൻ. ജന്മലാൽ കുരുടനായി പിറന്നു. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിക്കുമ്പോൾ നമുക്കവിടെ ജന്മനാൽ തന്നെ കുരുടനായിരിക്കുന്ന ഒരു വ്യക്തിയെ കാണാൻ കഴിയും. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ജന്മനാൽ അവൻ ആരായിരുന്നു? കുരുടനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കർത്താവ് എന്ത് ചെയ്യാണ്? തന്നോട് കൽപ്പിക്കുകയാണ്, ചേറുണ്ടാക്കി തന്റെ കണ്ണിൽ എന്ത് ചെയ്തു? പൂശിയിട്ട് പറയുകയാണ്, ശീലോഹം കുളത്തിൽ ചെന്ന് എന്ത് ചെയ്യുക? കഴുകുക. പ്രൈസ് ദി ലോർഡ്. ശീലോഹം കുളത്തിൽ നീ ചെന്ന് കഴുകുക. ആമേൻ ഹല്ലേലൂയ. ഒരുപക്ഷെ ആമേൻ ദൈവം പറഞ്ഞത് ചെയ്തപ്പോൾ പലരും അവനെ നോക്കിയിട്ടുണ്ടാവാം, പലരും കളിയാക്കിയിട്ടുണ്ടാവാം. ആമേൻ ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. ദൈവം പറഞ്ഞത് കേട്ട് നമ്മൾ ചിലത് പ്രവർത്തിച്ചപ്പോൾ, ദൈവത്തിന്റെ കൽപ്പന അതുപോലെ അനുസരിച്ചപ്പോൾ ചില ആമേൻ നിന്ദകളും പ്രയാസങ്ങളും ആമേൻ ചില ദുഷികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കേട്ടെന്ന് വരാം. എന്നാൽ അതെല്ലാം നമ്മുടെ അനുഗ്രഹത്തിനെ കാരണമാക്കി ദൈവം മാറ്റും. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, ഞങ്ങളെ രക്ഷയുടെ ഭാഗത്തിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ 3 പെൺകുഞ്ഞുങ്ങളാണ്. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾ 3 പെൺകുഞ്ഞുങ്ങൾ. ഞാൻ ഏറ്റവും ഇളയ മോളാണ്. എൻ്റെ മൂത്തത് 2 സഹോദരിമാരുണ്ട്. ഞങ്ങൾ രക്ഷയിലേക്ക് വന്ന് സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ആഭരണങ്ങളെല്ലാം ദൈവം ഞങ്ങളോട് ഇടപെട്ടു. ഞങ്ങളുടെ ആഭരണങ്ങളെല്ലാം ഊരിമാറ്റി വെള്ള ഞങ്ങൾ എന്ത് ചെയ്യണം? ആലയത്തിലേക്ക് നടന്നാണ് പോകുന്നത്. ഏകദേശം 1 മണിക്കൂറിന് മുകളിൽ ഉണ്ട് നടന്നു പോകണം. ഞങ്ങൾ പോകുന്നതെല്ലാം ഞങ്ങളുടെ ബന്ധുക്കളും ചാർച്ചക്കാരും താമസിക്കുന്ന അവരുടെ വീടിന്റെ മുമ്പിലൂടെ ആ വഴികളിലൂടെയാണ് ഞങ്ങൾ നടന്നു പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും ഞങ്ങളെ നോക്കി പരിഹസിച്ചു. അവര് പറഞ്ഞത് ഇങ്ങനെയാണ്, ആമേൻ ഇവൾ എന്താണ് ചെയ്യുന്നത്? എൻ്റെ അമ്മ നോക്കി പറഞ്ഞതാണ്, ഇവൾ എന്താണ് ചെയ്യുന്നത്? 3 പെൺമക്കളെയും കൊണ്ട് ആഭരണമെല്ലാം ഊരിക്കളഞ്ഞ് വെള്ള വസ്ത്രവും ധരിച്ച് 3 പെൺകുച്ചുങ്ങളെയും കൊണ്ട്, വിധവകളെയും കൊണ്ട്, ഇങ്ങനെയാണ് പറഞ്ഞത്, 3 വിധവകളെയും കൊണ്ട് ഇവൾ എന്തിനാണ് ഇങ്ങനെ നടക്കുന്നത്? വിധവകളെ പോലെ 4 വിധവ, അമ്മയും കൂടെ കൂട്ടി 4 വിധവകൾ. നിങ്ങൾ എന്താണ് 4 വിധവകളെ പോലെ ഇവരിങ്ങനെ നടക്കുകയാണ്. ഇവരുടെ ഭാവി ആര് ഭാവി ഇവർക്ക് വേണ്ടി കരുതും? ആരിവര് വിവാഹം കഴിച്ചു കൊണ്ടുപോകും? ഇവരുടെ വിവാഹം നടത്തി കൊടുക്കുമെന്നെല്ലാം പറഞ്ഞ പലരും ഞങ്ങളെ കളിയാക്കി കേട്ടോ. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നെല്ലാം ഞങ്ങളെ പുറത്താക്കി, ഞങ്ങളുടെ സമുദായത്തിൽ നിന്നെല്ലാം ഞങ്ങളെ പുറത്താക്കി, ദേശത്ത് നിന്ന് പോലും ഞങ്ങൾ ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു. എന്നാൽ ദൈവം ഞങ്ങളെ കൈവിട്ടില്ല കേട്ടോ.
ദൈവം ഞങ്ങളെ ഉപേക്ഷിച്ചില്ല. ദൈവം, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ, അവൻ നമ്മെ ഒരു നാളും കൈവിടാത്ത, ഉപേക്ഷിക്കാത്ത ദൈവമാണ്. ആരെല്ലാം തള്ളിക്കളഞ്ഞാലും, ആരെല്ലാം ഉപേക്ഷിച്ചാലും, ആരെല്ലാം നിന്ദിച്ചാലും, ആമേൻ, എനിക്കിന്ന് പകൽ എന്റെ ജീവിതത്തിന്റെ അനുഭവം വെച്ച് എനിക്ക് പറയുവാൻ കഴിയും, ദൈവം നമ്മളെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല, ദൈവം നമ്മളെ തള്ളിക്കളയുകയില്ല. ആമേൻ, ഹല്ലേലൂയ. ഈ പറഞ്ഞു നിന്നവരുടെ മുമ്പാകെ എല്ലാം ദൈവത്തിന്റെ പ്രവൃത്തി അതാത് സമയങ്ങളിൽ, ആമേൻ, തക്ക സമയത്ത് ദൈവത്തിന്റെ പ്രവൃത്തികളെ അയച്ച ദൈവം ഞങ്ങളെല്ലാം, ആമേൻ, വിവാഹം കഴിഞ്ഞുവാനും, ആമേൻ, ഞങ്ങൾക്ക് നല്ല കുടുംബ ജീവിതങ്ങൾ തരുവാനും ദൈവം വിശ്വസ്തനായിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ വിളിച്ച ദൈവം ഞങ്ങൾക്ക് എപ്പോഴും വിശ്വസ്തനായിരുന്നു. ഇന്നലെയും ഇന്നും എന്നേക്കും, ആമേൻ, നമ്മുടെ ദൈവം നമുക്ക് വിശ്വസ്തനാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പോലക്കാലം നമ്മൾ ഭാരപ്പെട്ടു പോകേണ്ട. ദൈവം കൽപ്പിക്കുന്നത് ചെയ്താൽ മാത്രം മതി. ഇവിടെ കുരുടനായവനോട് കർത്താവ് പറയുകയാണ്, കണ്ണെന്ത് ചെയ്യുക, കണ്ണിൽ ചേറ് പുരട്ടിയിട്ട് പറയണം, ശീലോഹവും കുളത്തിൽ കൊണ്ടുപോയി കഴുകുക. ദൈവത്തിന് വേണമെങ്കിൽ, ആമേൻ, തന്റെ ഒരു വാക്ക് മതി, ആമേൻ, ആ കുരുടനെ കാഴ്ച പ്രാപിപ്പാൻ. എന്നാൽ അതല്ല, ദൈവത്തിന്റെ മഹത്വം എന്ത് ചെയ്യണം, തന്നിലൂടെ വെളിപ്പെടുത്തണമെന്ന് ദൈവത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആമേൻ, നമ്മൾ പ്രാരംഭത്തിൽ വായിച്ച വാക്യം നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്, നമ്മൾ വായിച്ച വാക്യത്തിൽ നിന്നും വിട്ടുപോകുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ആമേൻ, ദൈവത്തിന്റെ ആത്മാവ്, ആമേൻ, നമ്മളെ അതിലേക്കാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആമേൻ, സ്തോത്രം. ഇവിടെ, ആമേൻ, എന്ത് ചെയ്യണം, കാനാവിലെ കല്യാണത്തിന് ദൈവത്തിന് വേണമെങ്കിൽ തന്റെ ഒറ്റ വാക്ക് കൊണ്ട് എന്ത് ചെയ്യാമായിരുന്നു, കൽഭരണിയിൽ വെള്ളമൊന്നും നിറച്ചില്ലെങ്കിലും ഒറ്റ വാക്ക് കൊണ്ട് അവിടെ വീഞ്ഞുണ്ടാക്കുവാൻ ദൈവത്തിന് കഴിയും. എന്നാൽ, ആമേൻ, സ്തോത്രം, ശിഷ്യന്മാർ എന്ത് ചെയ്യണം, തന്റെ വാക്ക് അനുസരിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ, തന്റെ വാക്ക് അനുസരിക്കുന്നതിലൂടെ അവിടെ എന്ത് ചെയ്യണം, ദൈവത്തിന്റെ നാമം എന്ത് ചെയ്യണം, അതിലൂടെ മഹത്വപ്പെടണമെന്ന് ദൈവം ആഗ്രഹിച്ചു. അതാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. ആമേൻ, അവൻ തന്റെ നാമത്തെ അവിടെ എന്ത് ചെയ്യാണ്, മഹത്വപ്പെടുത്തുവാൻ ഇടയായി. അവസാന വാക്യം വായിക്കുന്നുണ്ട്, യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു, തന്റെ മഹത്വം എന്ത് ചെയ്തു, വെളിപ്പെടുത്തി. അവന്റെ ശിഷ്യന്മാർ എന്ത് ചെയ്തു, അവനിൽ വിശ്വസിച്ചു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ദൈവത്തിന് വേണമെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു, ആരംഭത്തിലെ ആ പ്രശ്നത്തിന് പരിഹാരം കൊടുക്കാമായിരുന്നു. അവിടെ വീഞ്ഞ് ആരംഭത്തിലെ കൊടുക്കാമായിരുന്നു. എന്നാൽ അവിടെ ദൈവത്തിന്റെ മഹത്വം എന്ത് ചെയ്യണം, വെളിപ്പെടണം. അവന്റെ ശിഷ്യന്മാർ എന്ത് ചെയ്യണം, ദൈവത്തിൽ വിശ്വസിക്കണം. അടയാളങ്ങൾ, ആമേൻ, കണ്ട് ശിഷ്യന്മാർ വിശ്വസിക്കുക മാത്രമല്ല, അവിടെ ദൈവത്തിന്റെ മഹത്വം ദൈവത്തിന് വെളിപ്പെടുത്തണമായിരുന്നു. ഇന്ന് പോലെ കാലം നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിഷയത്തിന് ഇതുവരെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടും ആമേൻ, നമ്മൾ എത്ര തന്നെ ദൈവസ്ഥനിൽ കരഞ്ഞിട്ടും നമുക്ക് അതിന് മറുപടി ലഭിച്ചിട്ടില്ല എങ്കിൽ, ദൈവമക്കളെ, ദൈവത്തിന്റെ ആത്മാവിന് ഇന്ന് പകലിൽ നമ്മളോട് പറയുവാനുള്ളത്, നമ്മളിലൂടെ ദൈവത്തിന്റെ, ആമേൻ, നാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം, ദൈവത്തിന്റെ നാമം നമ്മളിലൂടെ മഹത്വപ്പെടുവാൻ തക്കവണ്ണം, വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവത്തിന് നമ്മളെ കുറിച്ച് പദ്ധതിയുണ്ട്. അതുകൊണ്ടാണ് ചില, ആമേൻ, സ്തോത്രം, വിഷയങ്ങൾക്ക് മറുപടി താമസിക്കുന്നതും, ചില വിഷയങ്ങൾക്ക് ഇതുവരെയും പ്രാർത്ഥിച്ചിട്ട് ഉത്തരം ലഭിക്കാത്തതും മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടണം. അത് ആരിലൂടെ വെളിപ്പെടണം, നമ്മളിലൂടെ വെളിപ്പെടണം. നമ്മളിലൂടെ വെളിപ്പെട്ടാൽ മാത്രം പോരാ, നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നവർ നമ്മൾ എന്ത് ചെയ്യണം, ആമേൻ, നമ്മുടെ ദൈവത്തിൽ വിശ്വസിക്കുവാൻ ഇടയാവണം. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തു തന്നിട്ട്, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, നമ്മുടെ എല്ലാ വിഷയങ്ങൾക്കും മറുപടി നൽകിയിട്ട് അവിടെ ദൈവത്തിന്റെ നാമം നമ്മളിലൂടെ മഹത്വപ്പെടുമ്പോൾ നമ്മളിൽ മാത്രമല്ല അത് ഒതുങ്ങി നിൽക്കേണ്ടത്, മറ്റുള്ളവരിലേക്കും ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം, മറ്റുള്ളവർ ദൈവത്തിന്റെ നാമത്തെ വിശ്വസിക്കുവാൻ തക്കവണ്ണം, അനേകർക്ക് ഒരു സാക്ഷ്യമായി തീരുവാൻ തക്കവണ്ണമാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് നമ്മൾ മറന്നു പോവരുത്. പ്രൈസ് ദി ലോർഡ്. നമ്മളെപ്പോഴും നമ്മുടേതായിരിക്കുന്ന കാര്യങ്ങളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒതുങ്ങിയിരിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്നതും എന്താണ്, ആമേൻ, വേഗത്തിൽ ചെയ്യണം, എനിക്ക് ഇന്ന് എന്റെ ജീവിതത്തിൽ ഇന്ന് പ്രവർത്തിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം ആരംഭത്തിൽ തന്നെ മറുപടി വേണമെന്നാണ് ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത്, അല്ലെ? ആമേൻ, നമ്മുടെ ജീവിതത്തിൽ വേഗത്തിൽ മറുപടി. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്, എല്ലാ വഴികളും അടഞ്ഞു പോകുമ്പോൾ, ആമേൻ, ഇനി ഇവിടെ പ്രവർത്തിപ്പാൻ ആരെ കൊണ്ട് എന്ത് ചെയ്യില്ല, കഴിയുകയില്ല. നമ്മുടെ ബലം കൊണ്ടോ, നമ്മുടെ സമ്പത്ത് കൊണ്ടോ, നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടോ, നമ്മുടെ കഴിവ് കൊണ്ടോ, അല്ലെങ്കിൽ ലോകത്തിലുള്ളവരെ കൊണ്ടോ ആർക്കും നമ്മുടെ ജീവിതത്തിൽ, ആമേൻ, പ്രവർത്തിപ്പാൻ കഴിയാത്തൊരവസ്ഥ വരും. ആമേൻ, സ്തോത്രം. ഇനി ദൈവത്തെ കൊണ്ട് മാത്രമേ ഈ വിഷയത്തിന് പരിഹാരം നൽകുവാൻ കഴിയുകയുള്ളൂ എന്ന്, ആമേൻ, നമ്മുടെ വായ കൊണ്ട് നമ്മൾ, ആമേൻ, അത് സമ്മതിക്കുകയും നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മൾ അത് സമ്മതിച്ചു
കാണിച്ചു കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെട്ട് വരുവാനിടയായിത്തീരും. ആമേൻ. നമ്മളെല്ലാ വിഷയങ്ങളും ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളും നമ്മൾ ദൈവത്തിന്റെ കരങ്ങളിൽ മാത്രം ഭരമേൽപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. മനുഷ്യരിൽ നമ്മൾ ആശ്രയം വെച്ചാൽ ആമേൻ അത് ആമേൻ തീർന്നു പോകുന്നതാണ്. ആമേൻ. സ്തോത്രം. വചനം പറയുന്നത് എന്താണ്? മനുഷ്യരിൽ ആശ്രയിക്കരുത്, സഹായിപ്പാൻ കഴിയാത്ത പ്രഭുക്കന്മാരിൽ ആരും നിങ്ങൾ എന്ത് ചെയ്യരുത്? ആശ്രയം വെക്കരുത്. അതിനെല്ലാറ്റിനും പരിധിയുണ്ട്. അതിനെല്ലാത്തിനും ആമേൻ ഒരു അളവ് മനുഷ്യർ വെച്ചിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ദൈവം അങ്ങനെയല്ല. നമ്മളെ അളവ് കൂടാതെ, നമ്മളെ പരിധി കൂടാതെ ആമേൻ നമ്മൾ ചോദിക്കുന്നതിനേക്കാളും നമ്മൾ നിനക്കുന്നതിനേക്കാളും അത്യന്തം ഭരമായി ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്. ആമേൻ. ലഘുവായിരിക്കുന്ന കഷ്ടം ആമേൻ അത്യന്തം അനവധിയായി നിത്യ തേജസ്സിന്റെ ഘനം പ്രാപിപ്പാൻ ഇടയാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താണ് ആ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്? എന്താണ്? ഈ ലോകത്തിൽ നമുക്ക് എന്തുണ്ട്? കഷ്ടം ഉണ്ട്. എന്നാൽ ഈ കഷ്ടങ്ങളൊന്നും നമ്മുടെ അവസാനമല്ല. ആമേൻ. ഈ കഷ്ടങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇതിനപ്പുറമായി ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ തേജസ് നമ്മൾ പ്രാപിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ തേജസ്സിനെ നമ്മൾ പ്രാപിച്ച് ആമേൻ ദൈവത്തോട് കൂടെ ഇരിക്കണം എന്നുള്ളതാണ് എന്നെ കുറിച്ച് നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഏറ്റവും വലിയ പദ്ധതി എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ നടന്നില്ലെങ്കിലും, നമ്മുടെ വിഷയത്തിന് മറുപടി നമുക്ക് ലഭിച്ചില്ലെങ്കിലും, ആമേൻ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടിയില്ല എങ്കിലും, നമ്മുടെ കടഭാരം മാറിയില്ലെങ്കിലും, തലമുറയുടെ ജീവിതത്തിൽ വലിയ ഉന്നതമൊന്നും നമുക്ക് ആമേൻ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും നമുക്ക് നടന്നില്ലെങ്കിലും, ആമേൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവം നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന ഒന്നുണ്ട്. ആമേൻ. അത് നിത്യതയാണ്. ആമേൻ. ആ നിത്യ തേജസ്സിനെ ആമേൻ നമ്മൾ പ്രാപിക്കണം എന്നുള്ളതാണ് എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതിനെ പ്രാപിക്കുവാൻ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരായി ഞാനും നിങ്ങളും ഈ നാളുകളിൽ മാറണം. പ്രൈസ് ദി ലോർഡ്. നമ്മളെ കുറിച്ച് ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്? ആമേൻ. ദൈവം നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നത് എന്താണ്? ആമേൻ. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വഴികളിലാണോ നടക്കുന്നത്? ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തനാണോ? ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ നീതിമാൻ ആണോ എന്ന് നമ്മളെ തന്നെ നമുക്ക് ശോധന ചെയ്യാം. ഹല്ലേലൂയ. കാരണം ഈ കാണുന്ന താൽക്കാലികമായ വിത്തുകളല്ല ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നിത്യമായിരിക്കുന്ന ഒന്ന് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അത് പ്രാപിക്കേണ്ടതിനാണ് എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതാണ് ഞാൻ പ്രാരംഭത്തിലേ പറഞ്ഞത്. മറിയയ്ക്ക് തന്റെ ഉദരത്തിൽ ഉരുവായ ക്രിസ്തുവിനെ കുറിച്ച്, തന്റെ പുത്രനെ കുറിച്ചുള്ള വ്യക്തമായിരുന്ന ഒരു ബോധ്യം മറിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് പോലെ അവൻ ഈ ദിവസങ്ങളില് നമ്മളിൽ ഉരുവായിരിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ച്, അവൻ നമ്മളിൽ വസിക്കുന്ന, അവൻ നമ്മുടെ ദൈവത്തെ കുറിച്ച്, ദൈവം എന്താണ്? നമ്മളിൽ വസിക്കുന്നു. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെയെങ്കിൽ അവൻ നമ്മൾ വസിക്കുന്ന നമ്മുടെ ദൈവത്തെ കുറിച്ചുള്ള അറിവാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. നമ്മുടെ ദൈവത്തെ കുറിച്ചുള്ള വ്യക്തമായ ഒരു ബോധ്യമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ആമേൻ. അവൻ അത്യുന്നതനാണ്. ആമേൻ. സ്തോത്രം. അവൻ അത്ഭുത മന്ത്രി, അവൻ വീരനാം ദൈവം, നിത്യ പിതാവ്, സമാധാനത്തിന്റെ പ്രഭു. ആമേൻ. ഹല്ലേലൂയ. അവൻ ഈ ലോകത്തെ, അവൻ ഈ ലോകത്തിലെ മനുഷ്യന്റെ അവന്റെ പാപങ്ങളിൽ നിന്ന് വിടിപ്പാനിരിക്കുന്ന രക്ഷകൻ എന്ന് ആമേൻ മറിയയ്ക്ക് വെളിപ്പെട്ടതുപോലെ ദിവസങ്ങളിൽ ദൈവത്തെ കുറിച്ചുള്ള വെളിപ്പാടാണ് നമ്മുടെ ഹൃദയത്തിൽ വ്യാപരിക്കേണ്ടത്. നമ്മൾ സേവിക്കുന്ന ദൈവം ആര്? ആമേൻ. നമ്മളെ സേവിക്കുന്ന ദൈവം അവൻ അത്ഭുത മന്ത്രിയാണ്, അവൻ വീരനാം ദൈവമാണ്, അവൻ നിത്യ പിതാവാണ്, അവൻ സമാധാനത്തിന്റെ പ്രഭുവാണ്. അതാണ് ദൈവം തന്റെ അവസാന വാക്കുകളിൽ പറയുന്നത്. ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെ അല്ല. ഈ ലോകത്തിലെ സമാധാനം എല്ലാം താൽക്കാലികമാകുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു സമാധാനമുണ്ട്. അത് ഈ ലോകത്തിൽ ഒരു മനുഷ്യനും എടുത്തു കളയുവാൻ കഴിയുന്നതല്ല. അത് ഈ ലോകത്തിൽ യാതൊരു രോഗത്തിനോ അവൻ ഈ ലോകത്തിൽ യാതൊന്നിനും അവൻ എന്നെ ഹല്ലേലൂയ അസമാധാനത്തിൽ നിന്നും എന്നെ നീക്കി കളയുവാൻ മറ്റൊന്നിനും കഴിയുകയില്ല. കാരണം ഹല്ലേലൂയ എന്നിൽ വ്യാപരിക്കുന്നത് ദൈവത്തിന്റെ സമാധാനമാണ്. ഇന്ന് പോലെ കാലം ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ഓരോരുത്തരോട് പരിശുദ്ധാത്മാവിന് പറയുവാനുള്ളത്, നിങ്ങളുടെ മേൽ വസിക്കുന്ന ഒരു ദൈവത്തിന്റെ സമാധാനമുണ്ട്. പ്രിയ ദൈവ
ദൈവമക്കളെ, ആ സമാധാനം നമ്മൾ വിട്ടുകളയരുത്, ആ സന്തോഷം നമ്മൾ വിട്ടുകളയരുത്. വചനം പറയുന്നു, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ, എപ്പോഴും സന്തോഷിപ്പിനെന്ന് ഞാൻ നിങ്ങളോട് പിന്നെയും പറയുന്നു എന്ന് ദൈവത്തിന്റെ വചനം നമ്മളോട് കൽപ്പിക്കുന്നുവെങ്കിൽ, നിന്റെ കഷ്ടതയെ നോക്കി, നിന്റെ രോഗങ്ങളെ നോക്കി, നിന്റെ വേദനകളെ നോക്കി, നിന്റെ കടഭാരങ്ങളെ നോക്കി, നിന്റെ തലമുറകളെ നോക്കി നിരാശപ്പെട്ട് ദുഃഖിച്ച് വേദനിച്ചിരിക്കാതെ നാം ദുഃഖിക്കുന്നോർ ശത്രുവിന് നമ്മൾ ഇടം കൊടുക്കാതെ വിളിച്ചിരിക്കുന്ന ദൈവത്തെ വിശ്വസ്തനെന്ന് എണ്ണി ആ ദൈവത്തിന്റെ സമാധാനം നമ്മുടെ ഉള്ളങ്ങളിൽ ഇന്ന് പകൽക്കാലം വ്യാപരിക്കുമാറാകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. നമ്മളിൽ വ്യാപരിക്കണം ദൈവത്തിന്റെ സന്തോഷം, ദൈവത്തിന്റെ സമാധാനം വ്യാപരിക്കണം. എന്റെ ദൈവത്തിന് എന്റെ ഈ കഷ്ടതയിൽ നിന്ന് വിടിവിപ്പാൻ എന്റെ ദൈവത്തിന് കഴിഞ്ഞാലും ഇല്ലെങ്കിലും എന്നെ വിളിച്ച ദൈവത്തിന് വേണ്ടി ഞാൻ ജീവിക്കും. എന്നെ വിളിച്ച ദൈവം വിശ്വസ്ത, അവൻ വാക്കുമാറാത്ത ദൈവമെന്ന് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്ത. ഹല്ലേലൂയ. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തൻ, അവൻ ഒരു നാളും വാക്ക് മാറിയില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ എന്താണ് ദൈവം നമ്മളോട് വാഗ്ദത്തം ചെയ്തത്? ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിലുള്ള പലതുമാണോ ദൈവം നമ്മളോട് വാഗ്ദത്തം ചെയ്തത്? നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച് ദൈവത്തിന്റെ കൃപയിൽ നമ്മൾ ജീവിക്കുന്ന ഓരോ ദൈവ പൈതലിനുമുള്ള വാഗ്ദത്തം എന്ന് പറയുന്നത് അത് നിത്യമായ ജീവനാണ്. അത് നിത്യജീവനാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. അത് നിത്യജീവനാണ്. പ്രൈസ് ദി ലോർഡ്. അതിനായിട്ടാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ഒരുങ്ങേണ്ടതും അതിനായിട്ടാണ് നമ്മൾ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കുമ്പോൾ ഈ ലോകത്തിൽ പലതും ദൈവം തരും. അത് ദൈവത്തിന് നമ്മളോടുള്ള വിശ്വസ്തതയാണ്. എന്നാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ദൈവത്തിന്റെ കൽപ്പനകളെ നമ്മൾ അനുസരിക്കുന്നവരായി തീരുക. എന്തിനു വേണ്ടി? ലോകത്തിന്റെ നന്മകൾ പ്രാപിച്ചിട്ട് ലോകത്തിന്റെ പലതും ഇവിടെ നമ്മൾ നേടിയിട്ട് ഈ ലോകത്തിൽ നശിച്ചു പോകുവാനാണോ? അങ്ങനെയല്ല. ലോകം നശിച്ചു പോകുമ്പോൾ, ലോകം വഷളത്വം പ്രവർത്തിക്കുമ്പോൾ, ആമേൻ ഹല്ലേലൂയ, അതിക്രമം കൊണ്ട് ലോകം നാശിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നോഹയെ തിരഞ്ഞെടുത്തതുപോലെ എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്തത് ഈ ലോകത്തിൽ നാശിച്ചു പോകുവാൻ അല്ല. നിത്യമായ ഒരു ലോകം, നിത്യമായ ഒരു രാജ്യം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അതിനെ പ്രാപിക്കുവാനാണ് എന്നെയും നിങ്ങളെയും കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ പ്രത്യാശ ഇന്ന് പകൽ നമ്മുടെ ഹൃദയത്തിൽ വ്യാപരിക്കണം. നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ നമ്മൾ നമ്മളെ ശോധന ചെയ്യണം. നമ്മുടെ കണ്ണിലെ കണ്ണുനീര് തുടയ്ക്കണം. ഈ ലോകത്തിൽ ചിലത് ലഭിച്ചില്ല എന്ന് പറഞ്ഞ് ദുഃഖിച്ചിരിക്കരുത്, കരഞ്ഞിരിക്കരുത്, നിരാശപ്പെട്ടിരിക്കരുത്. ഈ ലോകത്തിൽ ദൈവമേ എനിക്ക് എന്നും ലഭിച്ചില്ല എങ്കിലോ എന്റെ കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്നത് എന്തിനാ? ദൈവത്തിന്റെ വാഗ്ദത്തം പ്രാപിപ്പാൻ. ആ വാഗ്ദത്തം എന്റെ നിത്യ ജീവനാണെങ്കിൽ അതിനെ പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവാൻ, അതിനെ പ്രാപിപ്പാൻ തക്കവണ്ണം വിശ്വാസതയോടെ ജീവിപ്പാൻ, അത് പ്രാപിപ്പാൻ തക്കവണ്ണം നീതിയോടെ ജീവിപ്പാൻ കർത്താവേ എനിക്ക് കൃപ നൽകണമേ എന്ന് ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥന അങ്ങനെയായി തീരട്ടെ. ഹല്ലേലൂയ. വചനം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? ആദ്യം അവന്റെ മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെയെങ്കിൽ നമ്മൾ അന്വേഷിക്കേണ്ടത് എന്താണ്? നമ്മൾ കണ്ടെത്തേണ്ടത് എന്താണ്? ആമേൻ ഹല്ലേലൂയ. നമ്മൾ കണ്ടെത്തേണ്ടത് ദൈവത്തിന്റെ രാജ്യം നമ്മൾ കണ്ടെത്താൻ തയ്യാറാവണം. ആമേൻ. ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന ആമേൻ ആ നിത്യമായി പ്രാപിപ്പാൻ നമ്മുടെ കണ്ണുകളെ നമ്മൾ ഉയർത്തണം. ആമേൻ. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ആമേൻ സഹായം, എനിക്ക് സഹായം എവിടെ നിന്ന് വരുമെന്ന് നമ്മൾ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു എന്ന് വചനം പഠിപ്പിക്കുന്നു. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ണുകൾ ഉയർത്തേണ്ടത് എന്തിനു വേണ്ടിയാണ്? ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യതയെ പ്രാപിപ്പാൻ നമ്മുടെ കണ്ണുകളെ വിശുദ്ധ പർവ്വതമായ സിയോനിലേക്ക്, നമ്മുടെ അത്യുന്നതനായിരിക്കുന്ന ദൈവത്തിങ്കിലേക്ക് വീണ്ടും വരാമെന്ന് വാഗ്ദത്തം ചെയ്തു പോയ ആമേ കർത്താവായ യേശു ക്രിസ്തുവിങ്കിലേക്ക്
ദൈവത്തിലേക്ക് നമ്മുടെ കണ്ണുകളെ ദിവസങ്ങളെ നമ്മൾ ഉയർത്തുന്നുവെങ്കിൽ ആമേൻ, ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, അവൻ താമസിക്കുകയുമില്ല. ഹല്ലേലൂയ. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു, പിന്മാറുന്നുവെങ്കിലും എന്റെ ഉള്ളത്തിൽ അവന് സ്ഥാനമില്ല എന്ന് കർത്താവ് അരുളി ചെയ്തുവെങ്കിൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ നമ്മൾ ജീവിക്കേണ്ടത് വിശ്വാസത്താൽ ജീവിക്കണം, പ്രത്യാശ ജീവിക്കണം. നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസം നിറയെ വ്യാപരിക്കണം, പ്രത്യാശ വ്യാപരിക്കണം. പരിശുദ്ധാത്മാവ് ദിവസങ്ങളിൽ അതിനുള്ള കൃപ ദൈവം നമുക്ക് നൽകുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ലോകത്ത് നമ്മൾ നേടുന്നതെല്ലാം വചനം പറയുന്നത് എന്താണ്? നമ്മുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അത് വേഗം തീരുകയും നാം ഇവിടെ നിന്ന് പറന്നു പോവുകയും ചെയ്യും. ഇവിടെ അനേകം പ്രത്യാശയുള്ള മുഖങ്ങളെ, അനേകം മാതാക്കന്മാരെ ഞാൻ കാണുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ ഈ പ്രത്യാശയുള്ള മുഖവും നിങ്ങളുടെ ഈ പ്രത്യാശയുള്ള കണ്ണുകൾ കാണുമ്പോൾ എനിക്കറിയാം, ആമേൻ, നിങ്ങൾ നോക്കി പാർക്കുന്ന ഒന്നുണ്ട്. തീർച്ചയായിട്ടും വിശ്വാസത്താൽ ഇന്ന് പകൽ ഈ കൂട്ടായ്മയിൽ കടന്നു വന്നിരിക്കുന്ന നമ്മൾ ഓരോരുത്തരോടും, ആമേൻ, എന്റെ സഹോദരന്മാരോട്, സഹോദരിമാരോട്, എന്റെ മാതാക്കന്മാരോട്, പിതാക്കന്മാരോട്, ദേവദാസിമാരോട് കർത്താവിന് പറയാനുള്ളത് ഇതാണ്: നമ്മൾ വിശ്വാസത്താൽ ജീവിക്കുക, നീതിയോടെ ജീവിക്കുക, ദൈവത്തോട് കൂടെ നടക്കുക. അവൻ നമ്മളോട് എന്തെങ്കിലും കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ദിവസങ്ങളിൽ അനുസരിക്കുക. തീർച്ചയായിട്ടും ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന ഒരു പ്രത്യാശ നാടുണ്ട്. ആമേൻ, ഹല്ലേലൂയ. അവിടെ നമ്മൾ എത്തിച്ചേരും. ആമേൻ. ദൈവം ഈ ലോകത്തോടു കൂടെ നമ്മെയും നമ്മുടെ തലമുറയെയും നശിപ്പിച്ചു കളയുകയില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം വിശ്വസ്തനാണ്. ഇവിടെ ഈ കുരുടനോട് ആമേൻ ശീലോഹം കുളത്തിൽ ചെന്ന് കണ്ണ് കഴുകാൻ പറഞ്ഞു. കണ്ണിലെന്താണ് ചേർ പുരട്ടിയിട്ട് ശീലോഹം കുളത്തിൽ ചെന്ന് കഴുകാൻ പറഞ്ഞു. താൻ ചെന്ന് കഴുകിയപ്പോൾ തന്റെ കണ്ണിന് എന്ത് കിട്ടി? അവൻ കാഴ്ച പ്രാപിച്ചു. അവൻ ജന്മനാൽ ആരായിരുന്നു? പ്രിയ മക്കളെ, ജന്മനാൽ അവൻ കുരുടനായിരുന്നു. എന്റെ ജീവിതത്തിൽ എനിക്കൊരു അനുഭവം പറയുവാൻ, എന്റെ ഹസ്ബൻഡിന്റെ ഒരു അനുഭവം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, താൻ ജന്മനാൽ നടക്കുവാൻ കഴിയാത്ത ഒരു വ്യക്തിയായിരുന്നു. തന്റെ 4-4.5 വയസ്സ് വരെ താൻ എഴുന്നേറ്റ് നടക്കുകയില്ലായിരുന്നു. തന്നോടുകൂടെ ജനിച്ച തന്നോടൊപ്പം ജനിച്ച ഒരു മകൻ എഴുന്നേൽക്കുകയും ഓടുകയും ചാടുകയും ചെയ്യുമ്പോൾ പ്രിയ കർത്താവിന്റെ ദാസൻ എഴുന്നേൽപ്പാൻ കഴിയാതെ വണ്ണം ഇടുപ്പിന് താഴെ തേമി നടക്കാൻ കഴിയാതെ വണ്ണം കിടക്കമേൽ കിടക്കുകയായിരുന്നു. അപ്പോഴാണ് തിരുവനന്തപുരത്ത് വിദേശത്തു നിന്ന് കടന്നു വന്ന 2 ദേവദാസന്മാർ അവിടേക്ക് കർത്താവിന്റെ ദാസനെ തന്റെ മാതാവ് എടുത്തുകൊണ്ടുപോയി അവരവിടെ ഇരിക്കുമ്പോൾ അവിടെ കടന്നു വന്ന ദൈവത്തിന്റെ അഭിഷിക്തന്മാർ പറഞ്ഞു, ആ 4ാമത്തെ ട്യൂബിന്റെ താഴെ ഇരിക്കുന്ന ആ കുഞ്ഞിനെ ഇന്ന് പകൽ ദൈവം സൗഖ്യമാക്കാൻ പോവുകയാണ്, അവനെ സ്റ്റേജിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. ഈ അമ്മ തന്റെ മകനെ എടുത്തുകൊണ്ടാണ് പോയത്. ആ എടുത്തുകൊണ്ട് തന്നെ സ്റ്റേജിൽ കൊണ്ട് നിർത്തിയപ്പോൾ കർത്താവിന്റെ ദാസൻ പറഞ്ഞു, അവനെ അവിടെ നിർത്താൻ പറഞ്ഞു. അവിടെ നടത്തുവാനിടയായി, അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുവാനിടയായി. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. പ്രിയ മാതാവ് തന്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ ആ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവന്നത് ആ മാതാവ് എടുത്തുകൊണ്ടല്ല കേട്ടോ. ആ കുഞ്ഞ് തന്റെ സ്വന്തം കാലുകളിൽ ഇടുപ്പിന് താഴോട്ട് താൻ തേമിപ്പോയി. ഇപ്പോഴും തന്റെ കാലിൽ ഒരു ഞരമ്പിന് കുറവുണ്ട്. എന്നാൽ അന്ന് ദൈവം തനിക്ക് സൗഖ്യം നൽകി. എടുത്തുകൊണ്ട് പോയ കുഞ്ഞ് തിരിച്ച ഭവനത്തിലേക്ക് നടന്നു വന്നുവെങ്കിൽ ഇന്നും ആ കുഞ്ഞ് നടക്കുകയാണ്. ദൈവം കൊടുത്ത സൗഖ്യത്തിൽ ഇന്നും ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുകയാണ്. ദൈവത്തിന് വേണ്ടി ആമേൻ, ഹല്ലേലൂയ, സുവിശേഷന്റെ വേലയിലായിരിക്കുന്നു. ഡോക്ടർ പറഞ്ഞത് എന്തെന്നറിയാമോ? ഈ കുഞ്ഞിന് പനി വരാൻ പാടില്ല. ഇനി ഒരു പനിയോ വല്ല അസ്വസ്ഥതയോ വന്നാൽ വീണ്ടും പഴയതുപോലെ ആയിപ്പോകും. അവൻ നടക്കാൻ കഴിയാതെ വണ്ണം വീണ്ടും കിടക്കയിലായി പോകുമെന്ന് ഡോക്ടേഴ്സ് വിധി എഴുതിയപ്പോൾ അനേക പ്രതിസന്ധികളും രോഗങ്ങളെല്ലാം അടിക്കടിയായി കടന്നു വന്നു. അല്പം ഒന്ന് തണുപ്പടിച്ചാൽ മതി, ഉടനെ തന്നെ പനിയുടെ അസ്വസ്ഥത കളഞ്ഞു. എന്നാൽ അന്ന് ദൈവ സൗഖ്യമാക്കിയെങ്കിൽ ആ സൗഖ്യം നിത്യമായിരുന്നു. ആ സൗഖ്യം, ഹല്ലേലൂയ, ഇതുവരെ നിന്നു പോയിട്ടില്ല. ഹല്ലേലൂയ. ഇന്ന് പോലെ കാലം ഞാൻ കേട്ടു, അനേക രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കേട്ടു. പ്രിയ ദൈവമക്കളെ, നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ നമുക്ക് വേണ്ടി സൗഖ്യം തരുന്ന ഒരു കർത്താവ് ഇന്നും ജീവിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സൗഖ്യം ഒരു നാൾ നിന്നു പോകുന്നില്ല. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ഒരു നാൾ നിന്നു പോകുന്നില്ല. ദൈവം വിശ്വസ്തനാണ്. നമ്മൾ അവിശ്വസ്തരായി തീരുമ്പോഴും ദൈവം വിശ്വസ്തൻ. അവൻ ഇന്നും അത്ഭുതങ്ങളെ ദൈവം ചെയ്യുന്ന ദൈവമാണ്. നമ്മൾ ഓരോരുത്തരും ആ അത്ഭുതം പ്രാപിച്ചവരാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ
പ്രാപിച്ച അത്ഭുതം, ആമേൻ സ്തോത്രം, നമ്മളത് ദൈവമാണ് നമ്മൾക്ക് ആ സൗഖ്യവും വിടുതലും തന്നതെങ്കിൽ, ദൈവമാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ചുവെങ്കിൽ ആ അത്ഭുതം എന്നേക്കും നിലനിൽക്കുന്നതാണ് കേട്ടോ. ആമേൻ സ്തോത്രം. നമ്മൾ അല്പസമയം ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി കാത്തിരുന്നാൽ മതി. എന്നേക്കും നിലനിൽക്കുന്ന ഒരു വിടുതൽ, ആമേൻ, എന്നേക്കും നിലനിൽക്കുന്ന ഒരു സൗഖ്യം, ആമേൻ, എന്നേക്കും നിലനിൽക്കുന്ന ഒരു പരിഹാരം ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ മതിയായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ആമേൻ നിന്ദിക്കപ്പെട്ടാമായിരുന്നു, ആമേൻ, എന്നാൽ കാര്യം പറയേണ്ടവനോട് പറഞ്ഞപ്പോൾ, ആമേൻ, കാര്യം ഭരമേൽപ്പിക്കേണ്ട കർത്താവിനോട് ഭരമേൽപ്പിച്ചപ്പോൾ അവിടെ കർത്താവ് തന്റെ ആമേൻ മഹത്വം വെളിപ്പെടുത്തിയതുപോലെ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന് ചില ആമേൻ പ്രവൃത്തികൾ ചെയ്യുവാനുണ്ട്. നമ്മൾ വിശ്വസിക്കുക. ആമേൻ. ദൈവത്തിലൂടെ നമ്മുടെ നാമം മഹത്വപ്പെടേണ്ടതുണ്ട്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കുക. നമ്മൾ ഒരു നാളും മറന്നു പോകരുത്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം തക്ക സമയത്ത് ദൈവം ചെയ്യും. എന്നാൽ നമ്മൾ വിശ്വസ്തരായിരുന്ന നാളുകള് വിശുദ്ധിയോടുകൂടെ, വേർപാടോടുകൂടെ, ഭക്തിയോടുകൂടെ, ദൈവഭയത്തോടുകൂടെ, വചനത്തിന്റെ ആമേൻ അനുസരിച്ച് നമ്മൾ നിൽക്കുന്നുവെങ്കിൽ, ആമേൻ സ്തോത്രം, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. വചനം പറയുന്നു, എന്റെ ഈ വചനങ്ങളെ കേട്ട് പ്രമാണിക്കുന്നവർ പാറമേൽ വീട് പണിത മനുഷ്യനോട് തുല്യം. ആമേൻ. ഹല്ലേലൂയ. കാറ്റടിച്ചു, അലകൾ പൊങ്ങി, പാറമേൽ വീടിന് മേൽ അടിച്ചു, അതിന് അടിസ്ഥാനങ്ങൾ ഇളകി. എന്നാൽ അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാ അത് വീണു പോകുവാൻ ദൈവം അനുവദിച്ചില്ല. എന്നാൽ മണലിൽ മേൽ ഒരുവൻ വീട് പണിതു, ആ ഭവനം വീണു പോകുവാൻ ഇടയായി. ദൈവമക്കളെ, മണലിൽ മേൽ വീട് പണിയുവാൻ നമുക്ക് എളുപ്പമാണ്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. നമ്മൾ ഈ ബീച്ചിലൊക്കെ പോകുമ്പോൾ എത്ര പെട്ടെന്നാണ് കുഞ്ഞുങ്ങൾ ചില ചെറിയ ചെറിയ ഭവന കൂടാരങ്ങൾ ഇങ്ങനെ കെട്ടിപ്പൊക്കുന്നത്. എന്നാൽ ഒരു അല അതിന്മേൽ ഒന്ന് ചെറുതായി ഒന്ന് അതിന്റെ അടിയിലൊന്ന് വന്ന് അടിച്ചാൽ മതി, അത് മുഴുവനായി എന്ത് ചെയ്യാണ്? തകർന്നു പോകുകയാണ്. എന്നാൽ ആമേൻ, ഒരു വിശ്വാസിയുടെ ജീവിതം എന്ന് പറയുന്നത് മണലിൽ മേൽ വീട് പണിത ഒരു ആമേൻ മനുഷ്യനെ പോലെ അല്ല. ആമേൻ. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ വചനത്തിൽ അടിസ്ഥാനമുള്ളവരായത് കൊണ്ട്, ആമേൻ, നമ്മുടെ ജീവിതത്തിൽ എത്ര കാറ്റടിച്ചാലും, എത്ര അലകൾ വന്ന് അടിച്ചാലും, ആമേൻ, എത്ര തിരമാലകൾ നമ്മുടെ ആമേൻ വീടിന് മുകളിൽ കൂടെ ആമേൻ വീണു പോകുമെന്ന് നമുക്ക് തോന്നിയാലും വീഴുവാൻ ദൈവം അനുവദിക്കില്ല. കാരണം നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൽ ആയതുകൊണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ അടിസ്ഥാനം യേശു ക്രിസ്തു. ആ പാറ ആരാണ്? ക്രിസ്തുവാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ അടിസ്ഥാനം ക്രിസ്തുവിലായതുകൊണ്ട് ഒരിക്കലും ലജ്ജിച്ചു പോകുവാൻ ദൈവം നമ്മളെ അനുവദിക്കില്ല. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും, ആമേൻ, ഈ വിഷയത്തിൽ എനിക്ക് പരിഹാരമില്ല, എന്നെ രക്ഷിക്കാൻ ആരുമില്ല, ഞാൻ ലജ്ജിച്ചു പോകും, ആമേൻ, ഞാൻ വീണു പോകും എന്നൊക്കെ പലപ്പോഴും നമ്മൾ ചിന്തിക്കാം. എന്നാൽ വീഴുവാൻ ദൈവം അനുവദിക്കില്ല. ഈ ദിവസങ്ങളിൽ കർത്താവിൽ പ്രത്യാശയോടെ, ആമേൻ, ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന അവസാനത്തെ ആമേൻ കർത്താവ് നമ്മളോട് കൽപ്പിച്ചിട്ട് പോയത് എന്താണ്? നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ, പിതാവിന്റെ ആമേൻ അനേക വാസസ്ഥലത്തിൽ അനേകം ആമേൻ ഭവന